ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 5 ഓഫ് എഡെക്സ് ലൈഫ് സ്കൂൾ. നമ്മളുടെ 100 ദിവസത്തിലെ 5-ാമത്തെ ദിവസമാണ് ഇന്ന്. ഫസ്റ്റ് നമ്മളുടെ സെഷൻ എന്ന് പറയുന്നത് മൈൻഡ് ജിമ്മാണ്. മൈൻഡ് ജിമ്മ് ഫസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് തഷ്രീഫയാണ്. തഷ്രീഫ് ഗോളും പർപ്പസൊക്കെ കൊടുത്തിട്ടുണ്ട്, അവരെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ടറിയാം. ഇപ്പോൾ അബ്ദുൽ കലാം ആണെങ്കിലും മഹാത്മാഗാന്ധി ആണെങ്കിലും മലാല യൂസഫ്സായി ആണെങ്കിലും മെസ്സി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും അവരെന്തൊക്കെയോ ചെയ്തപ്പോൾ അങ്ങനെ സെറ്റായി വന്നതാണ്. അവരിങ്ങനെ ചെയ്ത് വന്നപ്പോൾ അത് പർപ്പസായി അങ്ങനെ വന്നതാണ്. അതുപോലെ ആയിരിക്കും നിങ്ങളുടെയും. ബട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം, ഞാൻ എന്താണ്, എന്നെ കൊണ്ടൊന്ന് ചെയ്യാൻ പറ്റുന്നുള്ളത്. സോ അടുത്ത ഫ്യൂച്ചർ ഫ്രൈഡേ വരെ ഞാൻ നിങ്ങൾക്ക് സമയം തരുന്നുണ്ട്. 1 വീക്ക് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുക, ഗൂഗിൾ യൂസ് ചെയ്യുക, ആൾക്കാരായിട്ട് സംസാരിക്കുക. എനിക്ക് നിങ്ങൾ ഓരോ ആൾക്കാരും ഒരു പേർപ്പസ് വേണം. ഓക്കെ, ഒരു പേർപ്പസ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ ഗോള് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സെറ്റ് ചെയ്യണം. ആ എത്ര ഗോളാന്ന് വെച്ചാൽ അത് എന്തൊക്കെ ഇരിക്കണം? സ്മാർട്ട് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, ടൈം ബൗണ്ടഡ് ആയിരിക്കണം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇത് റിലേറ്റഡ് എന്ത് ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് ചോദിക്കാം. 1 വീക്ക് നെക്സ്റ്റ് ഫ്യൂച്ചർ ഫ്രൈഡേയിൽ കാണാം. സോ ഇന്നത്തെ മൈൻഡ് ജിം ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ ലിസണിങ്. ഹായ് ഗായ്സ്, ദിസ് ഇസ് ഡേ 5 ഓഫ് എഡെക്സ് ലൈഫ് സ്കൂൾ. ഇന്ന് നമ്മൾ മൈൻഡ് ജിം വെച്ചിട്ടാണ് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പേർപ്പസ്, അതുപോലെ തന്നെ ഗോൾ സെറ്റിംഗ്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ന്യൂസ് അനാലിസിസ്. നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഹാപ്പൻ ചെയ്യുന്നത് എന്നുള്ളത്. ഫൈസൽ ബ്രോ, നിങ്ങളുടെ ന്യൂസ് അനാലിസിസിന്റെ ഹെഡ്ലൈൻ എന്താ? ഞങ്ങളത് കർണാടക സർക്കാർ നടത്തുന്ന കാസ്റ്റ് സർവേക്ക് എതിരെ കൊടുത്ത ഹർജി കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അതാണ് ഞങ്ങൾ ഹെഡിങ്. ഓക്കെ, ഇപ്പം നിങ്ങൾ 2-3 ദിവസമായില്ലേ ന്യൂസ് അനാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് അറിവ് ഗെയിൻ ചെയ്യുന്നുണ്ട്? അതുണ്ട്, കുറച്ച് അറിവ് ഗെയിൻ ചെയ്യാനും നമുക്ക് ഡീപ്പ് സെർച്ച് ചെയ്യാനും പറ്റുന്നുണ്ട്. നൈസ്, അടിപൊളി. സോ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇവർ ന്യൂസ് അനാലിസിസ് ചെയ്യുന്നത് കണ്ടറിയാം. എല്ലാവരും എടുക്കുക. ഇപ്പൊ ആരും പ്രിപ്പയർ ചെയ്യണ്ട, എല്ലാവരും നോക്കി വെക്ക് കേട്ടോ. പിന്നോക്കക്കാരായ വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ സാമ്പത്തികപരമായും പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടിയാണ് സർക്കാർ ഈ സർവേ ആരംഭിച്ചത്. പിന്നെ വേറെ ഒന്നുകൂടി, ഇവർ ആരെ വെച്ചിട്ടാണ് ഇത് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ? സർക്കാർ ഉദ്യോഗസ്ഥർ, അതിന് പ്രത്യേകം പരിശീലനം കൊടുത്ത സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. രേണുവിനേശ്വരം അങ്ങനെന്താ പേരാണ്. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മെയിൻ 2 പേരുണ്ട്. ഒന്ന് ഈ പറഞ്ഞത്, പിന്നെ ഒന്നുകൂടെ ഉണ്ട്. സ്കൂൾ ടീച്ചേഴ്സും ഗവൺമെന്റ് സ്റ്റാഫ്സും. ഓക്കെ, നൈസ്. മനസ്സിലായില്ലടാ? ന്യൂസ് മനസ്സിലായില്ലേ? ഓക്കെ, ഈ സർവേ നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഈ ഒരു വെൽഫെയർ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വരുന്ന ആൾക്കാരുണ്ട്. കാസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് വെൽഫെയർ സ്കീംസും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അവർക്കുള്ള ഒരു ബെനിഫിറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സർവേ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും പല ആൾക്കാരും ഇതിനെ എന്ത് ചെയ്തിട്ടില്ല, സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്ത് ഗവൺമെന്റ് ഒരുപാട് പേര് ഇതിൽ സമയം നടത്തിയപ്പോൾ ഇത് വേണ്ടെന്ന് പറഞ്ഞ് നടത്തിയപ്പോഴും ഒരുപാട് പേര് എന്ത് ചെയ്തു, അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇത് വളണ്ടറിലി നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അടുത്തത് ഇറക്കി. അങ്ങനെയാണ് ഇത് ഉണ്ടായത്. 900-ഓളം സ്റ്റാഫുകളുടെ, കോർപ്പറേറ്റ് സ്റ്റാഫുകളെ ലേ ഓഫ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതാണ് ഇന്നത്തെ ന്യൂസ്. സോ ഇതിൻ്റെ ഏകദേശം 124 സ്റ്റോർസ് വരെ ഇതിൻ്റെ ഭാഗമായി അടച്ചു പൂട്ടാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ച് പ്രധാനപ്പെട്ട നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ വ്യക്തമല്ലാത്ത എണ്ണം കടകൾ ക്ലോസ് ചെയ്യുന്നത്. പിന്നെ ഈ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കമ്പനീസിൽ നഷ്ടം വരുന്നത് കമ്മിയാക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർബക്സ് ഒരു ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചെറിയ നഷ്ടങ്ങൾ കുറക്കാനും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും അവർക്ക് ഹെൽപ്ഫുൾ ആവും. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ ടാക്കിൾ ചെയ്യാനും വേണ്ടിയിട്ട് ഇവർക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. അപ്പോൾ അതിനും കൂടെയാണ് ഇവർ ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. This Trust Shield program can improve the sales in small town area, tier 2 cities, tier 3 cities. It also helps customers very much because they don't have to interact with the manufacturers. സോ ഗൈസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സെഷൻ സ്റ്റാർട്ട് ആവാനും അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു തരണം, ക്ലാരിഫിക്കേഷൻ ചെയ്യണം. അതൊക്കെ നമുക്ക് ഇന്ന് ചെയ്യാം. ഓക്കെ,
Did you all had your breakfast? Yes or no? Did you all had your breakfast? Yes? 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 Yes, I did. Action words. ഷെയ്ക്ക്, Okay. ക്ലോസ്, What shake? What do you mean by shake? ഷെയ്ക്ക് ഹാൻഡിൻ്റെ ഷെയ്ക്ക്. Okay. Sentence. Shake hand. Okay. പിന്നെന്താണ് സ്മെല്ല് ചെയ്താൽ Smelling. Okay. Smell. ക്ലോസ്, ഐസ് ക്ലോസ് ചെയ്യും. Closing. Okay. Sit down. Okay. I want some more better than this now. Can we go with ഇവിടെ ഒരു എന്താ പ്രോസസ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് അല്ലെങ്കിൽ എന്താണ് വേ അതിൻ്റെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയാണ്. ഹൗ ആർ യു നമുക്ക് അറിയാൻ വേണ്ടി എന്താണ് ഓക്കെ ആണോ, മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയാൽ വെജിറ്റബിൾസ് വാങ്ങുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, അതിൻ്റെ നമുക്ക് കോസ്റ്റ് എന്തെങ്കിലും അറിയണം. അപ്പം ഗൈസ് നമ്മൾ ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടാണ്. ഒരത് ടീമായിട്ട് ഇരുന്ന് ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓരോ ടീമും പ്രസൻറ്റ് ചെയ്യും. നമുക്കത് നോക്കിയേക്കാം. അത് വേണ്ട വില പോകുന്നക്കാര് അതൊന്നും കാണിച്ചാണ്ടല്ലോ വീട്ടുകാര്. ഞങ്ങള് വരച്ച 2 സാമ്പിൾസ് ആണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ തല. വേറൊരു കഴിവുള്ളവനുണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കഴിവുള്ളവൻ, ഇവിടുത്തെ ഏറ്റവും വലിയ ഓവർ ടാലന്റഡ്. അതിവിടെ മറ്റേ പിക്കാൻച്ച ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. സ്കിൽ ബേസ്ഡ് ആയിട്ടൊരു ആക്ടിവിറ്റിയാണ്. സ്കിൽ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്, ആസ് യു നോ. പിന്നെ ഇതിലിപ്പോൾ ഇതുവരെ ഈ ലോകത്ത് എവിടെയും കാണാത്തൊരു പുതിയൊരു ജീവിനെ ഉണ്ടാക്കുകയാണ് 3 ടീം ചെയ്തിട്ടുള്ളത്. എന്തായാലും പേരിടണം അതിനെ, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇവർ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഓരോ ടീം എന്ത് പുതിയ ജീവിയാണ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കണ്ടറിയാം. മനസ്സിലായോ? അതൊരു എന്താ ഗസ്റ്ററാണ്, അതുകൊണ്ട് അയാളെ റെസ്പെക്ട് ചെയ്യുന്ന പോലെയാണ്. ആളെ കൈ കൊടുക്കണം, കൈ കൊടുത്ത് അത് നിങ്ങൾ ന്യൂസ് അനാലിസിസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അനിമലിനെ പുതിയതായിട്ട് ഇങ്ങനെ കണ്ടെത്തുന്നതിന് നമ്മളെ കണ്ണിൽ പെട്ടൊരു അനിമലാണിത്. ഞങ്ങൾ കുറേ കാലത്തിന് റിസർച്ചിന് ശേഷമാണ് നമുക്കിത് കണ്ടെത്താൻ സാധിച്ചത്, ഈ ഒരു മൃഗത്തിനെ. ഇതിൽ പിന്നെ നമ്മൾ ഈ മൃഗത്തിൻ്റെ നെയിം വരുന്നത് പ്ലാസ്റ്റിക്കോ എന്നാണ്. ഇതിന് പലതരം എബിലിറ്റീസാണ് നമ്മളിത് ഒരു അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. പല എബിലിറ്റീസ് ഉണ്ട്. അതിൽ പെട്ടെന്ന് പറക്കാനുള്ള എബിലിറ്റി ഉണ്ട്, അതേമാതിരി ജമ്പ് ചെയ്യാനുള്ള എബിലിറ്റി, അങ്ങനെ എബിലിറ്റീസ് ഉണ്ട്. പിന്നെ അതിൻ്റെ അധികം ക്വാളിഫിക്കേഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മളെ അതിൻ്റെ എബിലിറ്റീസ് പറയാൻ വേണ്ടിയിട്ട് അഫ്സലിനെ ക്ഷണിക്കുന്നു. ഹായ്, എൻ്റെ പേര് അഫ്സൽ. ഇതാണ് നമ്മളെ മൃഗം പ്ലാസ്റ്റിക് ഗോ. പ്ലാസ്റ്റിക് ഗോ എന്നാണ് വരുന്നത്. പ്ലാസ്റ്റിക്കാണ് അതിൻ്റെ ഫുഡ്, അതുകൊണ്ടാണ് അതിന് പ്ലാസ്റ്റിക് ഗോ എന്നുള്ള പേര് ഞങ്ങൾ ഇടാൻ കാരണം. പിന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് 3 കാലാണ് വരുന്നത്. പിന്നെ ഒരു തുമ്പിക്കൈ പോലെ സാധനമുണ്ട്. പിന്നെ ചിറകായിട്ട് 2 ചിറകുണ്ട്. പിന്നെ ഒന്ന് പ്രൊട്ടക്ഷനായിട്ടാണ് അതിൻ്റെ ഒരു ഫേസ് തന്നെ വേറൊരു ടൈപ്പ് ഫേസാണ് വരുന്നത്. ഒരു രോമങ്ങളൊക്കെ ഉള്ള ടൈപ്പ് ഒരു തൊപ്പ പോലത്തെ ഫേസാണ് വരുന്നത്. പിന്നെ കുറച്ച് ഒരു പിന്നെ ഇതിന് വേറെ അബിലിറ്റീസ് അഫ്സൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് 3 കാലുണ്ട്. പിന്നെ 2 വേസിൽ ഇതിന് ഭക്ഷണം കഴിക്കാൻ പറ്റും. സോ അത് കുറച്ചുകൂടി ഇതിന് ഈസി ആക്സസിബിൾ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ആയി ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത് മിസ്റ്റർ ജാസിമായിരിക്കും. ജാസിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ഹലോ, ഞാൻ ജാസിറാണ്. ഒരു ഫേമസ് ആയ ഒരു സയൻറ്റിസ്റ്റാണ്. ഇവരൊക്കെ ഫേമസ് ആയ സയൻറ്റിസ്റ്റാണ് ഓരോരുത്തർ. ഞങ്ങൾ ഈ ജീവിയെ കണ്ടുപിടിച്ചത് നമ്മൾ എല്ലാവരും ഒരു റിസർച്ചിനായിട്ട് ആമസോൺ കാർഡിലേക്ക് പോയപ്പോഴാണ് ഞങ്ങൾ ഇതിനെ ആദ്യമായിട്ട് കാണുന്നത്. അതും ഞങ്ങൾ പ്രതീക്ഷിക്കാതെ നേരത്തെ കണ്ടത്. ഇത് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുഴി ഫ്രണ്ടിൽ, അപ്പോൾ ഒന്ന് എത്തി നോക്കിയാൽ നമ്മുടെ സയൻറ്റിസ്റ്റായ ബിലാൽ പോയി ഒന്ന് എത്തി നോക്കിയതാണ്. എത്തി നോക്കിയപ്പോൾ അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഞങ്ങൾ ആദ്യം ഈ സ്ട്രക്ചർ കണ്ടില്ലേ, ഈ സ്ട്രക്ചറാണ് ഞങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ആനയുടെ എന്തെങ്കിലും തുമ്പിക്കായി ഒടിഞ്ഞു പോയതാണ് ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത്, ബിലാൽ വന്ന് പൊക്കിയെടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്
അത് ഇങ്ങനത്തെ ഒരു ക്രീച്ചറാണിത്. ഞങ്ങളുടെ ഇവിടുത്തെ ക്രിയേറ്റീവ് ഹെഡായിട്ടുള്ള റിസർച്ച് ടീമിൽ അതിൻ്റെ ഒരു പിക്ചർ വരച്ച് കാണിച്ചു തരും. അതായത് നമ്മുടെ ഒരു ക്രീച്ചർ നമുക്ക് കിട്ടിയത് ഒരു പെസിഫിക് ഒരു സീന്നാണ്. സോ ഇതിനൊരു കൊമ്പ് പോലത്തെ ഒരു സാധനമുണ്ട്. പിന്നെ ഇതിൻ്റെ വിങ്സിൻ്റെ കളർ വന്നത് ബ്രൗൺ, പിന്നെ ടെയിലിൻ്റെ ബ്രൗണും പിന്നെ ബാക്കി ഫുൾ ബോഡി ഗ്രീൻ കളറായിട്ടാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ലെഗ്സ് എന്ന് പറയുകയാണെങ്കിൽ 2 കാലുകളാണ്. പിന്നെ അതിൻ്റെ കാലുകളാണെങ്കിൽ തന്നെ നെയിൽസും പിന്നെ നമ്മുടെ ഇതും തമ്മിൽ അധികം ഡിസ്റ്റൻസ് ഇല്ലാണ്ട് എലിഫാന റോസസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയുടെ ഒരു ആൻസിസ്റ്ററാണ്. പിന്നെ ഇത് ഗ്രേ കളറാണ് ഉണ്ടാകുക. ഇതിനെ പറ്റി മോർ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അജ്മൽ വെൽക്കം അജ്മൽ. ഹായ്, ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ എലിഫോനോ റിസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിഫൻറ്റിൻ്റെ ഒരു ആൻസെസ്റ്ററാണ്. ഇത് നമുക്ക് കിട്ടിക്കണത് അന്റാർട്ടിക്കയിൽ നിന്ന് ഒരു ഐസിൽ നിന്നാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഡീകമ്പോസ് ആവാത്തൊരു സ്റ്റേജിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ജീവിനെ ഒരു ബേബി ഞങ്ങൾ ഉണ്ടാക്കി. അത് ഫുവാദ് എന്ന് അതിന്റെ മേൽനോട്ടം വഹിച്ച റിസർച്ചർ. നിങ്ങൾ വേറൊന്നും വിചാരിക്കണ്ട. എന്നിട്ട് ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടു. സോറി. NSS കോർഡിനേറ്ററും നമ്മുടെ കോ ഫൗണ്ടർ ആയിട്ടുള്ള റഫീഖ് സാറിന്റെ ടെക് സെഷനാണ്. മൂപ്പര് ടെക് അടിപൊളിയാണ്, എക്സ്പേർട്ടാണ്. അപ്പോൾ നാളെ നമുക്കൊരു ബിസിനസ് പിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസും പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ് സാർ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ടു ദ സെഷൻ പിന്നെ ഒരു കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിലും ഒരു സപ്പോർട്ടീവ് ആക്ടറായിട്ടൊക്കെ പിന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഓനൊരു പിന്നെ ആക്ടറാണെന്നുള്ള നിങ്ങൾ നമ്മളെ അന്യനിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതല്ലാതെ സ്ക്രീനിൽ വന്നിട്ട് കണ്ടില്ലല്ലോ. ഞാൻ പറയുന്നില്ല, നിങ്ങൾ അവനോട് ചോദിക്കുക. ഇതേപോലെ പല ആളുകളിലും എന്താണ് പല ഒളിഞ്ഞടക്കുന്ന സാധനങ്ങളുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. സൗരവിൻ്റെ മോസ്റ്റ് യൂസ്ഡ് വാട്സപ്പ് ഇൻസ്റ്റഗ്രാമാണ്. അതിനകത്ത് ഒരു ജെമിനിയായി കാണുന്നുണ്ട്. അതെന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇഡെക്സിൽ വന്ന ശേഷമാണ് ഈ പറയപ്പെട്ട കുറച്ച് ജെമിനി ആണെങ്കിലും ലിങ്ക്ഡിൻ ആണെങ്കിലും ഇതൊക്കെ കുറച്ചും കൂടിയൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളാണ്. അത് പറയാനുള്ള കാരണം നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ആൻഡ് AI മാസ്റ്ററി ടൂൾ ഈ ഒരു 100 ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ ടൂളാണെങ്കിലും നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഒരു ഡിജിറ്റൽ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ആദ്യം ചോദിച്ചത്. നിങ്ങളിപ്പോൾ ലാസ്റ്റ് ChatGPT അല്ലാതെ വേറെ ഏതൊക്കെ ടൂളുകൾ അപ്പോൾ ലാസ്റ്റ് കുറച്ച് ദിവസം കൊണ്ട് പഠിച്ച് അശ്വിന് നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്തോ? നോട്ട്ബുക്ക് എല്ലാം കംപ്ലീറ്റ്ലി ഫുള്ള് ടൂളുകളും പരിചയപ്പെട്ടോ? അതിലുള്ള മൈൻഡ് മാപ്പ് എക്സെട്ര ഫൈൻ. പിന്നെ നോക്കണം വേണ്ടത് മീൻസ് നമുക്ക് ഏതാണോ നമ്മുടെ പർപ്പസ് അതിനനുസരിച്ചിട്ടുള്ള ടൂളുകൾ നമ്മൾ നോക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇതിലേക്ക് കടന്നു വരാനുള്ള കാര്യം ഈ ഗൂഗിളിനകത്ത് തന്നെ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് MS ഓഫീസിൻ്റെ നേരൊരു പകർപ്പായി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ ഡോക്സും അതേപോലെ തന്നെ ഗൂഗിൾ ഷീറ്റും അതുപോലെ ഗൂഗിൾ സ്ലൈഡ്സും തരുന്നുണ്ട്. ഞാൻ ആ സ്ലൈഡ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറഞ്ഞു വരുന്നത്. ഗാമ നമുക്ക് ഉപയോഗിക്കാം. ഗാമ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ടായിട്ട് ഒരു സംഗതി കൊടുത്താൽ PPT ആയിട്ട് കിട്ടും. പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസ് എന്താണ്? ഗൂഗിൾ സ്ലൈഡോ അതല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ടൂൾ തന്നെയാണ്. അപ്പോൾ അതിലേക്കാണ് ഞാൻ കടന്നു വന്നത്. ഈ ഒരു പറയപ്പെട്ട ഗൂഗിൾ സ്ലൈഡിന് എന്ത് ചെയ്യുക, നമുക്ക് എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ്റെ ഏത് ടൂൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇതിൽ കാണിച്ചത് ഇനിയിപ്പോൾ MS ഓഫീസിലെ പവർ പോയിൻ്റ് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? MS ഓഫീസിൽ പവർ പോയിൻ്റ്, ആ പവർ പോയിൻ്റ് അറിയാമെങ്കിലും പിന്നെ ഇതിൽ എന്തില്ല, ഇത് നോക്കണമെന്നില്ല.